വെർത്ത് ബ്രാൻഡ് കോയിൽ സ്പ്രിംഗ് കംപ്രസറാണ് യൂണിവേഴ്സൽ ടൈപ്പ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ആട്ടോൻ്റെയും MHRൻ്റെയും അതുപോലെ JTCയുടെ ഒക്കെ ഇതേ രൂപത്തിലുള്ള കോയിൽ സ്പ്രിംഗ് കണ്ടായിരുന്നു. അതിനൊക്കെയുള്ള ഒരു ചെറിയൊരു ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂവിങ്, അതായത് നമ്മളുടെ ക്ലാമ്പ് ചെയ്യുന്ന ബ്രാക്കറ്റ് നമ്മുടെ പൈപ്പിൻ്റെ പുറത്തേ കൂടിയാണ് വരുന്നത്. അപ്പോൾ നല്ല ലോഡ് വരുമ്പോൾ ആ ക്ലാമ്പ് ഒരഞ്ഞാണ് പൈപ്പിൻ്റെ ഔട്ടറിൽ വരുന്നതെന്ന് ടെക്നീഷ്യന്മാർ പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ക്ലാമ്പുകൾ മൂവ് ചെയ്യുന്നത് ഈ സ്ക്വയർ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ്. അപ്പോൾ അത്തരം ഒരു കംപ്ലൈൻറ്റ് ഇതിനില്ല. പിന്നെ ഇതൊരു ബ്രാൻഡഡ് പ്രൊഫഷണൽ ബ്രാൻഡ്, അൾട്രാ പ്രൊഫഷണൽ ജർമ്മൻ ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റേതായ പ്രത്യേകതകളൊക്കെ ഈ ഐറ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ടെക്നീഷ്യൻ്റെ വാക്കുകൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയണത് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BM പോലുള്ള വണ്ടികൾക്ക് ഒരുപാട് കംപ്രഷൻ വരുന്നിടത്ത് ഇതിൻ്റെ ക്ലാമ്പ് അത്ര അങ്ങോട്ട് അടുത്ത് കിട്ടുന്നില്ല എന്നൊരു ന്യൂനത മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം അടുത്ത് നിങ്ങൾ സ്പ്രിങ് ലോഡ് ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ യൂറോസ്പെക്ക് പാലിയേക്കര അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് 2-3 ടൈപ്പ് ഇത് ഉപയോഗിച്ചെങ്കിലും തൃപ്തി വന്നില്ല. അങ്ങനെ ഫിജോ സാറ് റിസ്ക് എടുത്തത് ഒരെണ്ണം ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ ഇതിന് റേറ്റ് വരുന്നുണ്ടെന്നാണ് നമ്മുടെ അറിവ്.